ഗ്രീക്ക് ഭാഷയിൽ പാരഡോസിസ് എന്ന് വിളിക്കുന്ന ക്രിസ്ത്യൻ പാരമ്പര്യം എന്നത് മാനുഷിക പാരമ്പര്യമല്ല, മറിച്ച് തലമുറകളിലൂടെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വിശ്വാസത്തിലൂടെയും ഉള്ള സജീവവും തുടർച്ചയായതുമായ സഭാജീവിതവും കൈമാറ്റവുമാണ്. യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകുകയും സഭയിൽ കൂട്ടിച്ചേർക്കലോ മാറ്റങ്ങളോ ഇല്ലാതെ കേടുകൂടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ നിക്ഷേപമാണിത്. പാരഡോസിസ് എന്ന് വിളിക്കുന്ന ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഇതിലൊന്നാമത്തേത് സ്വീകരിക്കുക, രണ്ടാമത്തേത് കൈമാറുക. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശ്വാസത്തിലൂടെ വിശ്വാസത്തിൻ്റെ നിക്ഷേപത്തെ സ്വീകരിക്കുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യുക വഴി പരിശുദ്ധാത്മാവിൻ്റെ സ്ഥിരവും സജീവവുമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാൻ ഇത് സഹായിക്കുന്നു. മനുഷ്യ പാരമ്പര്യങ്ങളല്ല, വിശുദ്ധ പാരമ്പര്യങ്ങൾ. വിശുദ്ധ പാരമ്പര്യം ക്രിസ്തുവിലൂടെയുള്ള ഏക പാരമ്പര്യം, വൺ ട്രഡീഷനാണ്. അതാണ് പാരഡോസിസ്. ഇത് ലിഖിതവും അലിഖിതവുമായ രീതിയിൽ സ്വീകരിക്കുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ ഇവ ലിഖിത രൂപത്തിൽ ആക്കിയിരുന്നില്ലല്ലോ. 4-ാം നൂറ്റാണ്ടിലാണല്ലോ നാം ഇന്നുപയോഗിക്കുന്ന ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ വേദപുസ്തകം ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ചത്. വിശുദ്ധ വേദപുസ്തകവും സഭയുടെ ആധികാരിക ജീവിതധാരയിൽ അംഗീകരിക്കപ്പെടുന്ന രേഖകളും എഴുതപ്പെട്ടവ, റിട്ടൺ ട്രഡീഷൻസ്, ക്രൈസ്തവ സഭാ പാരമ്പര്യത്തിലൂടെ ലഭിച്ചുവെങ്കിൽ കൂദാശകളും ആചാരാനുഷ്ഠാനങ്ങളുമായ ക്രൈസ്തവ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നവയെല്ലാം ഏക പാരമ്പര്യം, വൺ ട്രഡീഷനിലേക്ക് നയിക്കുന്ന വാമൊഴിയായി നൽകപ്പെട്ടവയാണ്. യഹോവ മോശെ മുഖാന്തരം നൽകിയ കൽപ്പനകളെ പാലിക്കാതെ തെറ്റായി പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്ത പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക എന്നീ ലൗകികമായ രീതികളെ യേശു മർക്കോസ് 7:8 അപലപിക്കുന്നുണ്ട്. ഇവ മനുഷ്യ പാരമ്പര്യങ്ങളിലൂടെ വ്യതിചലിക്കുകയും തച്ചുടയ്ക്കപ്പെട്ടവയുമാണ്. എന്നാൽ യൂദായുടെ ലേഖനം 3 പറയുന്ന, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി എന്ന വചനം പാരഡോസിസിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ്. സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ നിക്ഷേപം സ്ഥിരവും സജീവവുമായി നിലനിർത്തുവാനും പങ്കിടുവാനും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സാധിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.